തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്ത് മൃഗബലി നടന്നെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതി. ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ വ്യക്തമാക്കി. ബ്രഹ്മപൂജകൾ മാത്രം നടക്കുന്ന ക്ഷേത്രത്തിൽ മറ്റ് ക്രിയകൾ ഒന്നും നടത്താറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രസംഹാര ശത്രുസംഹാര പൂജയോ മൃഗബലിയോ നടന്നതായി അറിയില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആടിനെയും പോത്തിനെയും അറുത്തു എന്ന് പറയുന്നതും 100% വസ്തുതാവിരുദ്ധമാണെന്നും ക്ഷേത്ര ഭരണസമിതി പറഞ്ഞു. അങ്ങനെ രഹസ്യമായി അത്തരം പ്രവൃത്തികൾ തളിപ്പറമ്പ് പ്രദേശത്ത് നടക്കാൻ സാധ്യതയില്ലെന്നും ക്ഷേത്രത്തിന്റെ പരിസരത്തെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് നിരാശാജനകമാണെന്നും ട്രസ്റ്റി അംഗം വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ നടക്കുന്നത് ബ്രഹ്മപൂജകൾ മാത്രമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിൻ്റെ ഈ പ്രസ്താവന ശരിക്കും 100% സത്യവിരുദ്ധമാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. ആ പരിസരത്ത് എവിടെയും അദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ആടിനെയും പോത്തിനെയൊക്കെ അറുത്തു എന്ന് പറയുന്നതും ശരിക്കും വാസ്തവവിരുദ്ധ. അവിടെ എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ പരിസന്ദേശം അന്വേഷിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കില്ല. ആരും ഈ ബാഹ്യലോകം അറിയാത്ത ഒരു പരിപാടി നടത്താൻ തളിപ്പറമ്പൊന്നും ഇങ്ങനെ കഴിയില്ല, ഒരു യാഗം നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രസ്താവനയായിപ്പോയി. ക്ഷേത്രത്തിന് അതിലേക്ക് വലിച്ചിഴച്ചത്, ക്ഷേത്ര സമീപം എന്ന് പറഞ്ഞ് വലിച്ചിഴച്ചത് മോശമായിപ്പോയി എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ഒരു പൂജ നടക്കുന്ന ക്ഷേത്രമല്ല അത്. അവിടെ അങ്ങനെ ഒരു പൂജയല്ല. ഇതും എല്ലാം ബ്രാഹ്മണ പൂജകൾ മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. തനിക്കും സിദ്ധരാമ അയ്യർക്കുമെതിരെയാണ് യാഗം നടന്നതെന്നും കേരളത്തിലെ ഒരു ദേവസ്ഥാനത്തിനടുത്താണ് പൂജ നടത്തിയതെന്നുമാണ് ശിവകുമാർ പറഞ്ഞത്. യാഗത്തിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകിയെന്നും ആരാണിത് ചെയ്യിപ്പിച്ചതെന്ന് തനിക്ക് അറിയാമെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു. പക്ഷേ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഡി.കെ. ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വിവരശേഖരണത്തിനായി കർണാടക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും കണ്ണൂരിലെത്തിയിരുന്നു. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നുവെന്നാണ് ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ണൂരിലെത്തിയത്. 5 അംഗ സംഘമാണ് അന്വേഷണത്തിനായി കണ്ണൂരിൽ എത്തിയത്. പയ്യന്നൂരും തളിപ്പറമ്പും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്.